10-25 ദിവസമായിട്ട് മമ്മൂക്ക രാവിലെ മുതൽ രാത്രി വരെ ഫൈറ്റാണ്. മമ്മൂക്ക ഞങ്ങൾ ഇരിക്കുമ്പോ ഫൈറ്റിന്റെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് ഒരാൾ വന്ന് മമ്മൂക്കയുടെ മേത്ത് വീഴുകയും മമ്മൂക്ക മതിലിൽ ഇങ്ങനെ ചാരി മമ്മൂക്കയുടെ ഇവിടെ ഇഞ്ചേർഡായി. ആ ടൈമിലൊക്കെ പ്രത്യേകിച്ച് നായികമാരൊക്കെ നമ്മളെ ചന്നം പിന്നം പ്രൊജക്ട് ചെയ്യുന്ന ടൈമായിരുന്നു. ഓരോ ആഴ്ച എന്നോട് പറയും ഈ നടീനെ കണ്ടു, അപ്പൊ ഈ നടി തിരക്കഥ കേട്ട് അവർക്ക് വർക്കായി. കാര്യം പുള്ളിയാണല്ലോ തിരക്കഥ എഴുതിയിരിക്കുന്നത്. പക്ഷെ നായകൻ ആരാണെന്ന് ചോദിച്ചപ്പോ വിനയുടെ പേര് പറഞ്ഞപ്പോ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ഫീൽ ചെയ്യും? സങ്കടം തോന്നും. എന്ത് ചെയ്യാനാ, ഇത്ര അധികം അമ്മളി പറ്റാൻ ഞാൻ ആരാ? അല്ല, നമുക്കിങ്ങനെ ഓരോ ഇതൊക്കെ പറ്റത്തില്ലേ ചില സമയത്ത്, മനുഷ്യരല്ലേ. ഞാൻ ഇതിന്റെ ആളാണോ? ഞാൻ ഇതിന്റെ ബ്രാൻഡ് അങ്ങനെയാണോ? അങ്ങനൊന്നുമില്ല. ചേട്ടൻ ഒരു മെമ്മറബിൾ സംഭവം അത് പറഞ്ഞു, പറയാം. മണ്ടത്തരോ അല്ലെങ്കിൽ എന്തെങ്കിലും. ഈ നിഷ്കളങ്കതരൊക്കെ വണ്ടിടിച്ച് മരിച്ചു ഞാൻ. പക്ഷെ നല്ലതാ നിഷ്കളങ്കത മറ്റേ പെണ്ണ് കിട്ടാണ്ട് പെണ്ണുങ്ങളുടെ പുറകെ നടക്കുക, അപകർഷതാബോധമുള്ള നായകൻ എന്നൊക്കെ പറഞ്ഞു. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നടക്കുന്ന എന്നോട് അതൊക്കെ ഈ സിനിമകളിൽ പറ്റിയ അമളി. പ്രേമത്തിനെ കുറിച്ചിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പ്രേമത്തിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. കാര്യം അത് എക്സ്ട്രീംലി റിപ്പീറ്റഡ് ആവും. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞ് പ്രേമം ഉള്ളത് കൊണ്ടിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. ഷൂട്ടിനൊക്കെ പോകുമ്പോ നമ്മുടെ വിഹാനം മിസ് ചെയ്യാറുണ്ടാ? പിന്നെ മിസ് ചെയ്യില്ല. കുറച്ച് അധികം ദിവസം നമ്മൾ മാറി നിൽക്കുമ്പോ അവനിങ്ങനെ വിളിച്ച് തല്ലി പിടിക്കോ, വാശി പിടിക്കോ? അവൻ വിളിക്കാറോ വാശി പിടിക്കാറോ ഒന്നും ഇല്ല. പക്ഷെ ഞാൻ എനിക്ക് വേറെ ആരാ മിസ് ചെയ്യാനുള്ള? ഇവർക്കൊക്കെ എന്ത് പരാതിയുള്ളൂ? നമ്മളെ ഒരു കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹിക്കുന്ന ആളുകൾക്ക് പരാതി ഉണ്ടാവില്ല. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. സെലിബ്രേറ്റ് വിത്ത് വിനയ് ഫോർട്ട് എന്നുള്ള സെഗ്മെന്റ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇതിന്റെ കാർഡ് ഞാൻ ചേട്ടനിൽ സെക്യൂർ ആയിട്ട് തരും. ചേട്ടൻ ഇത് 1 by 1 ഓപ്പൺ ചെയ്തിട്ട് അപ്പൊ ചേട്ടന് ഈ ഇതിനകത്തുള്ള കുറച്ച് മൂവീസ് ഉണ്ട് ചേട്ടൻ ചെയ്തേ. അല്ലല്ല, ചേട്ടൻ അത് നോക്കണം. അപ്പൊ ചേട്ടൻ ഇതിനകത്ത് പറ്റിയിട്ടുള്ള അമ്മളികൾ എന്തൊക്കെയാന്ന് പറയണം. എനിക്ക് വേണ്ടി. അല്ലെങ്കിൽ താൻ അവിടെ ചേട്ടൻ തുറന്നോ, കുഴപ്പമില്ല. ഇത്ര അധികം അമ്മളി പറ്റാൻ ഞാൻ ആരാ? അല്ല, നമുക്കിങ്ങനെ ഓരോ ഇതൊക്കെ പറ്റത്തില്ലേ ചില സമയത്ത്, മനുഷ്യരല്ലേ. ഹലോ നമസ്തേ. ഹലോ നമസ്തേനെ കുറിച്ച് എന്താ? ആ ഫോട്ടോ ഇതിൽ കാണിക്കോ? ഹലോ നമസ്തേ. ഈ പറഞ്ഞ പോലെ ആർജെ ആയിരുന്നല്ലോ. പിന്നെ ഇതിനെ കുറിച്ച് എന്താ അറിയണ്ടത്? ചേട്ടന് പറ്റിയൊരു അമളി അല്ലെങ്കിൽ ഒരു എല്ലാ മൂവീസിലും അമളിയാണ് പറയണ്ടേ. ഞാൻ ഇതിന്റെ ആളാണോ? ഞാൻ ഇതിന്റെ ബ്രാൻഡ് അങ്ങനെയാണോ? അങ്ങനൊന്നുമില്ല. ചേട്ടൻ ഒരു മെമ്മറബിൾ സംഭവം പറഞ്ഞു, മണ്ടത്തരോ അല്ലെങ്കിൽ എന്തെങ്കിലും. ഇല്ല, ഞാൻ എങ്ങനെയെങ്കിലും സത്യം ഞാൻ പറയാലോ, ഞാൻ ഇപ്പൊ എന്റെ കരിയർ വൈസ് ആയിട്ടല്ലോ ഈ എങ്ങനെയെങ്കിലും അമ്മളി പറ്റാത്തൊരു കഥാപാത്രത്തിനെ കണ്ടുപിടിക്കാൻ നടക്കുന്ന ആളാണ് ഞാൻ. ഈ നിഷ്കളങ്കതരൊക്കെ വണ്ടിടിച്ച് മരിച്ചു ഞാൻ. പക്ഷെ നല്ലതാ. നിഷ്കളങ്കത മറ്റേ പെണ്ണ് കിട്ടാണ്ട് പെണ്ണുങ്ങളുടെ പുറകെ നടക്കുക, അപകർഷതാബോധമുള്ള നായകൻ എന്നൊക്കെ പറഞ്ഞു. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നടക്കുന്ന എന്നോട് ഈ സിനിമകളിൽ പറ്റിയ അമളി. പക്ഷെ ചേട്ടാ റോളൊക്കെ എന്തോരം പേരാന്ന് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തേക്കണേ. എന്തെങ്കിലും ഒരു മെമ്മറി പറഞ്ഞ പോലെ. ആരൊക്കെയായിരുന്നു ആക്സെപ്റ്റ് ചെയ്ത്? ഞങ്ങളെല്ലാരും, ഓഡിയൻസ്. ഹലോ നമസ്തേനെ കുറിച്ച് ഞാൻ പറയാം. ഹലോ നമസ്തേയുടെ ഒരു ഹാപ്പിനെസ് 2-3 കാര്യങ്ങളാണ്. ഒന്ന് സഞ്ജുവിന്റെ അടുത്ത സുഹൃത്താണ്. സിനിമയിലെ ഏറ്റവും അടുപ്പുള്ള ഒരു നടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജുവാണ്. അപ്പൊ സഞ്ജു ഞാനും കൂടെ വർക്ക് ചെയ്തു എന്നുള്ളതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഈ സിനിമ ഓടിയ സിനിമയാണ്, ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ്, ആരും പ്രിഡിക്റ്റ് ചെയ്യില്ല. ഈ സിനിമ എറണാകുളത്ത് ഒരു 10-30-35 ദിവസം ഓടി. എനിക്കൂടെ വിശ്വസിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ഇത് ഫ്ലവേഴ്സിൽ വന്നു. ഫ്ലവേഴ്സിൽ വന്നിട്ട് നമ്മൾ പല കല്യാണങ്ങളിലൊക്കെ പോകുമ്പോൾ പിള്ളേരൊക്കെ വന്നിട്ടേ ഒന്ന് ആലോചിച്ചു. എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കണേ. ഇതേ ഹലോ നമസ്തേലുള്ള ചേട്ടൻ ഞാൻ വിളിച്ചു, ഞാൻ ഇങ്ങോട്ട് വാ. അപ്പൊ അങ്ങനെ. പിന്നെ ഭാവന നമ്മളതിൽ ഒരുപാട് സീനിയർ ആയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അജിത് സാറിന്റെയും ലൈക്ക് മറ്റേ വിജയ് സാറ്, അല്ലെങ്കിൽ അങ്ങനെ ലാലേട്ട, വലിയ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ ഒക്കെ നായികയായിട്ടൊക്കെ അഭിനയിച്ച് ആ ടൈമിലൊക്കെ പ്രത്യേകിച്ച് നായികമാരൊക്കെ നമ്മളെ ചന്നം പിന്നം പ്രൊജക്ട് ചെയ്യുന്ന ടൈമായിരുന്നു. ഒരു സിനിമകളൊക്കെ ഒരു സിനിമയായിട്ട് അതിന്റെ ഒരു സംവിധായകനും എഴുത്തുകാരനാണ് അദ്ദേഹം. വലിയൊരു സിനിമ ചെയ്ത ആളാ. അപ്പോൾ ആ സിനിമയുടെ കോണ്ടന്റ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. ഞാൻ ചേട്ടാ ചെയ്യാന്ന് പറഞ്ഞു. ചെയ്യാന്ന് പറഞ്ഞതിന് ശേഷം ഓരോ ആഴ്ച എന്നോട് പറയും ഈ നടീനെ കണ്ടു,
അപ്പൊ ഈ നടി തിരക്കഥ കേട്ട് അവർക്ക് വർക്കായി. കാര്യം പുള്ളിയാണല്ലോ തിരക്കഥ എഴുതിയിരിക്കുന്നത്. പക്ഷെ നായകൻ ആരാണെന്ന് ചോദിച്ചപ്പോ വിനയുടെ പേര് പറഞ്ഞപ്പോ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ഫീൽ ചെയ്യും? സങ്കടം തോന്നും, എന്ത് ചെയ്യാനാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അത് ഒഴിവാക്കി. ഒരാളുകളുടെ ഇഷ്ടമല്ലടോ. നമ്മളതിന് അടുത്ത ആഴ്ച ചെയ്യുമ്പോ വീണ്ടും പോകും. വീണ്ടും പോയിട്ട് പറയും ഈ നടിയോട് സംസാരിച്ചു, അപ്പൊ വിനയ്ക്ക് സാറ്റലൈറ്റ് റൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ നടി അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. എനിക്കത് ഓക്കെ. ഇത് തന്നെ ഒരാഴ്ച റിപ്പീറ്റഡ് ആയി കഴിഞ്ഞപ്പോ, ഞാൻ 4ാമത്തെ ആഴ്ച ആയി കഴിഞ്ഞപ്പോ ഇതിന്റെ പിറകിൽ വേറൊരു പരിപാടി, ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ആ പ്രൊഡ്യൂസറിന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ ആളുകൾ റിജക്ട് ചെയ്യാനുള്ള സാധ്യത വേറെ ആയിരുന്നു. അപ്പൊ അവർ പല ആളുകളും പിന്നീട് ഒരു നടി എന്നെ കണ്ടപ്പോ പറഞ്ഞു ഈ റീസൺ കൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നതെന്ന്. ഒരു 3-4 എണ്ണം കഴിഞ്ഞപ്പോ ഞാൻ അവരോട് അങ്ങോട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ചേട്ടാ ഇനിയിപ്പോ ഐശ്വര്യ റായ് എന്റെ നായികയായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞാലും ചേട്ടന്റെ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ഭയങ്കര ഡിമോട്ടിവേറ്റിംഗ് ആണ്. ഡിമോട്ടിവേറ്റിംഗ് ആണ്. അല്ലെങ്കിൽ ഞാനൊക്കെ വർക്ക് ചെയ്യുന്നത്, ഞാൻ 15 വർഷം തൊട്ട് സിനിമയിലുള്ള ആളാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും അവകാശപ്പെടാനില്ല. നമ്മൾ നമ്മുടെ സ്പിരിറ്റാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും നമ്മുടെ പാഷനും ഒക്കെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഇടയിൽ അപ്പൊ ആ ഒരു സമയത്ത് ഭാവന ഇത്ര വലിയ ഭാവന ഒരു സ്റ്റാർ ആയിട്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്തു, എന്റെ നായികയായിട്ട് വർക്ക് ചെയ്തു. അപ്പൊ ഭാവനയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഈ സിനിമ വർക്ക് ആയാലൊക്കെ അതിയായ സന്തോഷമുണ്ട്. അടുത്ത പടത്തിലേക്ക് പോവാം. അടുത്ത പടത്തിൽ പറ്റിയ അമളി എന്താണെന്ന് പറയാം. ആട്ടം. ഓക്കെ, ആട്ടം ഹൃദയത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സിനിമകളിൽ ഒന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ, നമ്മുടെ 20 വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അവരെ പ്രധാന കഥാപാത്രത്തിൽ വെച്ചിട്ട് അവരുടെ ജീവിത ആഭിലാഷം വരുന്നു ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറ്റി, പ്രധാന വേഷത്തിൽ അഭിനയിപ്പിക്കാൻ പറ്റി. ആ സിനിമ കേരളം മുഴുവൻ ചർച്ചയായി, വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ ആ സിനിമയുടെ ഞാനിപ്പോ പറയുന്ന പോലെ ഭയങ്കര പ്രൗഡാണ്. ആട്ടം എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റി. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ബ്രില്യൻ ഫിലിം മേക്കർ അതിലുണ്ട്, ബ്രില്യൻ റൈറ്ററാണ് അവൻ. അപ്പൊ ക്രിയേറ്റീവ് ആസ്പെക്ട് ഒക്കെ ലൈക്ക് അവൻ മനോഹരമായിട്ട് ചെയ്തു. എന്നിരുന്നാലും ഇപ്പോഴും തിയേറ്ററിലുണ്ട് സിനിമ. ഇപ്പൊ 40 ദിവസം അടുത്തായിട്ടും അധികം തിയേറ്ററുകളിൽ ഇല്ലെങ്കിൽ ഇപ്പോഴും തിയേറ്ററിൽ പടമുണ്ട്. ഭയങ്കര പ്രൗഡാണ്. ഞാൻ അടുത്തതിലേക്ക് പോവാം, അല്ലെങ്കിൽ ആളുകൾ ബോറടിച്ച് മരിക്കും. പ്രേമത്തിനെ കുറിച്ചിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പ്രേമത്തിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. കാര്യം അത് എക്സ്ട്രീംലി റിപ്പീറ്റഡ് ആവും. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞ് പ്രേമം ഉള്ളത് കൊണ്ടിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര ആക്സെപ്റ്റ് ചെയ്ത, ഭയങ്കര ഇഷ്ടപ്പെട്ട. ഇപ്പൊ തിയേറ്ററിലുണ്ട് വാലന്റൈൻസ് ഡേ. ആ സമയത്തൊക്കെ ഈ മാവൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമായിരുന്നാ? ഇപ്പോഴും വിളിക്കുമല്ലോ. അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ? ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഒരു പൊതുവേദി പോയി കഴിഞ്ഞാൽ അവര് ഇപ്പോഴും പറയുന്നത് പ്രേമത്തിന്റെ കാര്യമാണ്. അപ്പൊ അത് ആ സിനിമ ഉണ്ടാക്കിയ ഇമ്പാക്ട് ആണ്. ഞാൻ ക്യാരക്ടറിനെ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്തു, അത് സംവിധായകന്റെ കഴിവും ഒക്കെയാണ്. ചേട്ടന്റെ ശരിക്കും അതെ. തമാശ പറഞ്ഞല്ലോ ഓൾറെഡി. തമാശനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. വാതിൽ എന്ന് പറയുന്നത് 2 സിനിമയുണ്ട്. വാതിൽ എന്ന് പറയുന്ന സിനിമയുണ്ട്, തമാശ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. തമാശയുമായി ബന്ധപ്പെട്ട തമാശ ഈ പറയുന്ന പോലെ ഞാൻ ഇന്നുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഹൃദയത്തോടെ ഏറ്റവും അടുത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും തമാശ എന്ന് പറയും. അറിഞ്ഞോ അറിയാതെയോ അതിൽ പ്രവർത്തിച്ച ആളുകളും ആ പ്രദേശമൊക്കെ ഞാനിപ്പോഴും അതിലെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ അവിടെ വണ്ടി നിർത്തി നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങള്, എന്റെ വീട്, അവിടെയൊക്കെ ഞാൻ പോവാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഭയങ്കരമായിട്ട് എനിക്ക് അത്തരം ഫീല് പൊതുവെ സിനിമകളോട് ഉണ്ടാവാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ദിവ്യപ്രഭയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളതിലും. ചേച്ചി പുലിയല്ലേ? പുലി പുലിയാണ്. സോമന്റെ കൃതാവ്. സോമന്റെ കൃതാവ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ എന്തോ ഈ പ്രൊമോഷൻ പാളിയ ഒരു പരിപാടിയാണ്. ഇപ്പൊ ആമസോണിൽ റിലീസ് ചെയ്തിട്ട് ലൈഫിൽ ഒരു ദിവസമില്ല എന്നോട് മറ്റേ ഓൺലൈനിലോ അല്ലെങ്കിൽ നേരിട്ട് ഒരു പൊതുവേദിയിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ അത് കഴിഞ്ഞിട്ട് ആമസോണിൽ റിലീസ് ആയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തിന് പോയതാണ്. 250 പേരെന്ന് തോന്നിട്ട് എന്നോട് പറഞ്ഞു സോമന്റെ കൃതാവിനെ കുറിച്ചിട്ട് നല്ല സിനിമയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമ ഇനിയും ചെയ്യണം. എന്റെ ബ്രദറിലോ ഉണ്ട്, രഞ്ജിത്ത് ഹരിദാസ് പറഞ്ഞിട്ട്. രഞ്ജിത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്റെ സുഹൃത്ത് റോഹിത് എന്ന് പറഞ്ഞ തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. പക്ഷെ അത് ചുമന്നുകൊണ്ട് അടക്കം ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
വളരെ ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവാം. ഷൂട്ടിനൊക്കെ പോകുമ്പോ നമ്മുടെ വിഹാനം മിസ് ചെയ്യാറുണ്ടാ? പിന്നെ മിസ് ചെയ്യില്ല. കൊറേ നാള് കുറച്ച് അധികം ദിവസം നമ്മൾ മാറി നിൽക്കുമ്പോ അവനിങ്ങനെ വിളിച്ച് തല്ലു പിടിക്കോ, വാശി പിടിക്കോ? അവൻ വിളിക്കാറോ വാശി പിടിക്കാറൊന്നും ഇല്ല. പക്ഷെ ഞാൻ എനിക്ക് വേറെ ആരാ മിസ് ചെയ്യാനുള്ള? സൗമ്യ ചേച്ചീനെ. അത് ഓക്കെയാണ്. അല്ല അത് ബാലൻസ്ഡ് ആണ്. അല്ല, സൗമ്യ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. സൗമ്യക്ക് സൗമ്യയുടേതായിട്ടുള്ള ലൈഫും സൗമ്യയുടെ കരിയറും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സൗമ്യക്ക് ലൈഫ് കൃത്യമായിട്ടുണ്ട്. എന്റെ മോൻ എന്ന് പറയുമ്പോ അവൻ ഡിപ്പെൻഡന്റ് ആണല്ലോ. അതിൽ അവൻ ഡിസ്റ്റർബ് ചെയ്യുന്ന അത്ര സമയം ഞാൻ അവന് കൊടുക്കണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് മറ്റേ അവനെയും, പിന്നെ ഈ പറയുന്ന പോലെ ഞാനിപ്പോ അവന്റെ എഡ്യൂക്കേഷൻ പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോ എറണാകുളത്ത് താമസിക്കുന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ അമ്മയുണ്ട്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഇവര് രണ്ടുപേരും ആയിരിക്കും. ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഇവർക്കൊക്കെ എന്ത് പരാതിയുള്ളൂ? നമ്മളെ ഒരു കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹിക്കുന്ന ആളുകൾക്ക് പരാതി ഉണ്ടാവില്ല. എന്നാലും കുഞ്ഞല്ലേ, അവൻ മിസ് ചെയ്യും. അവൻ അങ്ങനെ അത് പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ അവനറിയാം. സെറ്റിലൊക്കെ വരാറുണ്ടോ? ഇല്ലില്ല. ഇല്ല. ചേച്ചി കൂടെ സംസാരിക്കാറൊക്കെ ഉണ്ടോ അവന്റെ അടുത്ത്? ഞങ്ങള് കണ്ടിട്ടുണ്ട് മോനെ. ഒരു ഇന്റർവ്യൂ ഞങ്ങളൊരു ഒരു ഇവന്റിന് പോയപ്പോ. അപ്പം അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? തീരെ കുഞ്ഞാനോ, 2 വയസ്സൊക്കെ 2 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പം അന്ന് കണ്ടതാ. അപ്പം ചേച്ചിയോ? ഞാൻ കണ്ടിട്ടില്ല. എനിക്കും കാണണമെന്നുണ്ട് കുഞ്ഞിനെ. ഇപ്പൊ വലുതായോ? 6 വയസ്സ് കഴിഞ്ഞില്ല. എന്നാലും നമുക്ക് കുഞ്ഞാണല്ലോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാ. ഭയങ്കര രസമുള്ള ഫോട്ടോസ് ഒക്കെ കാണാറുണ്ട്. അത് ഇടയ്ക്ക് അവന്റെ കുറെ വീഡിയോസ് ഒക്കെ ഇടില്ലായിരുന്നു. കുട്ടി നല്ല രസമാണ്. അവന്റെ കുറെ ആക്ഷൻസ് ഒക്കെ ഭയങ്കര ക്യൂട്ടാ. പിന്നെ ഞാൻ ഏത് ചേട്ടന്റെ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാലും അതിന്റെ കമന്റ് സെക്ഷനിൽ ചേട്ടന്റെ ഡ്രസ്സിംഗ് ഭയങ്കര അടിപൊളിയാണ്, യുണീക് സ്റ്റൈലാന്ന് പറഞ്ഞിട്ട്. ആണോ? ആ, ഞാൻ ഇന്നലെ എന്റെ യൂട്യൂബ് മൊത്തം തപ്പി കഴിഞ്ഞപ്പോ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിരുന്ന കമന്റ്സ് അങ്ങനത്തെയാണ്. അപ്പൊ ചേട്ടൻ ഒന്ന് സെലക്ട് ചെയ്യുമ്പോ, ഡ്രസ് സെലക്ട് ചെയ്യുമ്പോ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഒക്കെ സെറ്റ് ചെയ്താണോ സെലക്ട് ചെയ്യാറ്? യൂണീക് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ടോ? വാശികളൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോ ഒരു 5 ഷർട്ട് കണ്ടു കഴിഞ്ഞാല് അധികം ആളുകൾ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്തൊരു ഷർട്ടായി കൊടുക്കുന്നത്. ചിലപ്പോൾ നല്ലതായിരിക്കുന്ന ഒരു ഷർട്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് അധികം ആളുകൾ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്തൊരു ഷർട്ട് എടുക്കും. അത്രയൊക്കെ ചെയ്യുള്ളൂ. ഞാൻ ഒരു ഇൻസിഡന്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആട്ടം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു. ഞാൻ പറഞ്ഞു, ആട്ടം ചെയ്തിട്ട് ആട്ടം കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്കനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് കിടന്നു. ഷാജൻ ചേട്ടൻ മമ്മൂക്കേനെ വിളിച്ചു. മമ്മൂക്ക പറഞ്ഞു ഡയറക്ടറിനോടും അവനോടൊക്കെ എന്നോടൊക്കെ കാണാൻ ചെല്ലാൻ പറഞ്ഞു മമ്മൂക്കേനെ. ഞാൻ മമ്മൂക്കേനെ കാണാൻ ചെല്ലുമ്പോൾ 10-25 ദിവസമായിട്ട് രാവിലെ മുതൽ രാത്രി വരെ ഫൈറ്റാണ്. 10-25 ദിവസമായിട്ട് മമ്മൂക്ക രാവിലെ മുതൽ രാത്രി വരെ ഫൈറ്റാണ്. മമ്മൂക്ക ഞങ്ങൾ ഇരിക്കുമ്പോ ഫൈറ്റിന്റെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് ഒരാൾ വന്ന് മമ്മൂക്കയുടെ മേത്ത് വീഴുകയും മമ്മൂക്ക മതിലിൽ ഇങ്ങനെ ചാരി മമ്മൂക്കയുടെ ഇവിടെ ഇഞ്ചേർഡായി. ഞാൻ ഈ ലെജൻഡ്സ് എന്തുകൊണ്ട് ലെജൻഡായി എന്നുള്ളതിന് ഉത്തരവോട്ട് ഇത്. എന്നിട്ട് ആട്ടത്തിന്റെ ഞങ്ങളോട് പറഞ്ഞു മറ്റേ ക്യൂവിൽ അഴിച്ചോളൂ, ഞാനിപ്പോ കണ്ടില്ലേ ഇത്ര ബുദ്ധിമുട്ടിയാണ് അഭിനയിക്കുന്നത്, ഞാനൊരു ഒരാഴ്ചയായിട്ട് കാണാൻ ശ്രമിക്കാം, ചിലപ്പോൾ പകുതി കാണും, വീണ്ടും പിന്നെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ ഒരു സിനിമയുടെ പ്രൊമോഷൻ തുടങ്ങിയാൽ ഞാൻ വേറൊരു സിനിമ കാണാറേ ഇല്ല. ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ വേറൊരു സാധനം കാണാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോ പിറ്റേ ദിവസം ഞങ്ങൾ ദുബായിലുള്ളപ്പോ മമ്മൂക്ക ഷാജുനെ വിളിച്ചു. എന്നിട്ട് മമ്മൂക്ക പറഞ്ഞു ഗംഭീര സിനിമയാണ് ആട്ടം. ആരാ കണ്ടിരിക്കുന്ന മമ്മൂക്ക 25 ദിവസമായിട്ട് രാവിലെ മുതൽ രാത്രി വരെ ഫൈറ്റ് ചെയ്യുന്ന ഈ ഏജുള്ള ഇത്ര ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ ഈ ഷൂട്ടിന് ശേഷം വീട്ടിൽ പോവുകയും മറ്റേ ഭാര്യയുടെ കൂടെ ഇരുന്നിട്ട് ഈ സിനിമ കാണുകയും പിറ്റേ ദിവസം നമ്മളെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതാണ് ഒരു ലെജൻഡിനെ ലെജൻഡ് ആക്കുന്നത്. നമ്മളെ പോലെയുള്ള സാധാരണ ആക്ടേഴ്സ് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാണ്ട് അതിന്റെ പിറകെ നടക്കുമ്പോൾ ഇത് മുഴുവൻ. പിന്നെ ഞാൻ ആലോചിച്ചു, എന്തിനു മമ്മൂക്കാട്ടം കാണണം? എന്തിനു കാണണം മമ്മൂക്കാട്ടം? അതില് ഇപ്പൊ മമ്മൂക്കനെ ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്ന ഒരു ആക്ടറോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്രേറ്റ് ഡയറക്ടറിന്റെ പടം ഒന്നുമല്ല. പക്ഷെ ആ സിനിമ കണ്ടതിന്റെ അല്ലെങ്കിൽ സിനിമ കണ്ട് മമ്മൂക്ക നമ്മളെ വിളിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങള് ആസ് എൻ ആർട്ട് ആൻഡ് ടീമിന് അവാർഡ് ആയിരുന്നോ. ഞങ്ങള് ദുബായിന്ന് ചാർജഡായി. ഞാനും ഡയറക്ടറൊക്കെ ഞങ്ങൾ ഫുള്ളി ചാർജഡായി. അതായത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, മമ്മൂക്കയുടെ ഏജുള്ള
ഇത്ര ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടർ രാവിലെ മുതൽ രാത്രി വരെ ഫൈറ്റ് ചെയ്തതിന് ശേഷം വീട്ടിൽ പോയിട്ട് ഒരു പുതിയ ആളുകൾ ചെയ്ത സിനിമയിൽ നിന്ന് കാണുകയും പിറ്റേ ദിവസം അവർ വിളിക്കുകയും ചെയ്തു. വിളിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് അത്. അപ്പൊ ഞാൻ പറഞ്ഞത് ലൈക്ക് ഇതാണ് ലെജൻസിനെ ലെജൻസ് ആക്കുന്നത്. യെസ്.